ഡൽഹിയിലെ ആ നിർണായകമായ കൂടിക്കാഴ്ച അവസാനിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും ശശി തരൂരും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിച്ചു. ജനപഥിലെ സോണിയാഗാന്ധിയുടെ വസതിയിൽ നിന്നും മടങ്ങി. പിൻവാതിലൂടെ മാധ്യമങ്ങളെ കാണാതെ രാഹുൽ ഗാന്ധിയുടെ കാറിലാണ് മടങ്ങിയത്. രാഹുലിനൊപ്പം ഖാർഗെയുമായും തരൂർ ചർച്ച നടത്തി. വിവരങ്ങളുമായി ശരത് ലാൽ ചേർന്നു. ശരത് ലാൽ, ഊഷ്മളമായ കൂടിക്കാഴ്ചയായിരുന്നു കാണും, അല്ലെങ്കിൽ ചർച്ചയായിരുന്നു കാണും എന്ന സൂചനയാണ് ഏതായാലും ലഭിക്കുന്നതല്ലേ? രാഹുൽ ഗാന്ധിയുടെ കാറിലാണ് മടങ്ങിയിരിക്കുന്നത് തരൂർ. മാധ്യമങ്ങളെ എപ്പോഴെങ്കിലും കാണാൻ സാധ്യതയുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ ഈ നിർണായകമായ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി പൽമാൽ, നിർണായകമായ കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധിയോടൊപ്പം AICC അധ്യക്ഷൻ ഖാർഗെയുടെ വസതിയിലേക്ക് പോവുകയും അതേസമയം മാധ്യമങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇനിയൊരു പരസ്യ പ്രതികരണം ശശി തരൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല എന്ന് വേണം കരുതാൻ. ഇതിൽ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, KC വേണുഗോപാൽ ഈ ചർച്ചയിൽ എവിടെയും ഉണ്ടായിരുന്നില്ല എന്നാണ്. അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കാതെ, അദ്ദേഹം ആ ചർച്ചയിൽ നിന്ന് മാറി നിന്നു എന്നാണ്. നേരത്തെ ചർച്ച തുടങ്ങുന്ന സമയത്ത് ശശി തരൂരിനോടൊപ്പം രാഹുലിനോടൊപ്പം ജനപഥിൽ ഉണ്ടായിരുന്ന KC വേണുഗോപാൽ, എന്നാൽ ചർച്ച തുടങ്ങിയ അല്പസമയം കൊണ്ട് തന്നെ തൻ്റെ വസതിയിലേക്ക് ജനപഥിൽ നിന്ന് തിരിച്ചു പോവുകയായിരുന്നു. തുടർന്ന് അരമണിക്കൂറോളം ചർച്ച രാഹുൽ ഗാന്ധിയും അതേപോലെ ശശി തരൂരും തനിച്ച് നടത്തി. അതിനുശേഷമാണ് ഇരുവരും രാഹുൽ ഗാന്ധിയുടെ കാറിൽ ഖാർഗെയുടെ വസതിയിലേക്ക് പോയത്. അവിടെ നിന്ന് ഖാർഗെയും ശശി തരൂരും രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തുന്നു. തൻ്റെ കാര്യങ്ങൾ ശശി തരൂർ വിശദീകരിച്ചു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ശശി തരൂർ വസതിയിലേക്ക് മടങ്ങിയെത്തിയ ശേഷവും ചർച്ച തുടരുകയാണ് രാഹുൽ ഗാന്ധിയും ഖാർഗെയും. ഖാർഗെയുടെ വസതിയിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ചർച്ച സൗഹൃദപരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു കൂട്ടിച്ചർച്ചക്ക് KCC അധ്യക്ഷന്റെ വസതിയിൽ തന്നെ ഇരുവരും പോയത്. അതുകൊണ്ട് തന്നെ മഞ്ഞുരുകുന്നു കോൺഗ്രസിലെ എന്ന് വേണം കരുതാൻ. ശശി തരൂരിന്റെ കാര്യത്തിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ശശി തരൂരിനോട് പൂർണ്ണമായി മാറി നിൽക്കാനുള്ള ഒരു സന്ദേശമായിരിക്കുമോ പുറത്തു വരിക എന്നതാണ് ഇത് നമുക്കറിയേണ്ടത്. ഏതായാലും ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം അതും വളരെ വളരെ നല്ലൊരു കാര്യമായിട്ട് അദ്ദേഹത്തിനും കേരള രാഷ്ട്രീയത്തിൽ തങ്ങുന്നതിൽ വളരെ താല്പര്യമില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ അതിപ്രധാനമായ എന്തെങ്കിലും റോള് ലഭിക്കുമോ എന്നാണ് ശശി തരൂരിന് ആവശ്യം. കഴിഞ്ഞ ഒരു വർഷമായി ശശി തരൂരിനെ അവഗണിക്കപ്പെടുകയാണ് എന്ന ഒരു പരാതി അദ്ദേഹത്തിനുണ്ട്. രാഹുൽ ഗാന്ധി അതേപോലെ തന്നെ ദേശീയ നേതൃത്വവും ഇതിനുള്ളൊരു മറുപടിയും കൂടിയാണ് ഇന്നത്തെ ഊഷ്മളമായ ചർച്ച എന്ന് നമുക്ക് വേണ്ടി കരുതേണ്ടി വരും. കാരണം രാഹുൽ ഗാന്ധിയുമായിട്ട് 1-to-1 ചർച്ച ശശി തരൂർ നടത്തിയിട്ട് കാലം കുറയായി. ഇതുകൂടി നമ്മൾ ഈ സമയത്ത് ഓർക്കണം. ഏതായാലും മാധ്യമങ്ങളെ കാണുന്നതിൽ ശശി തരൂരിന് താല്പര്യമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരസ്യമായി ഇനി ഒരു വിഴിപ്പലക്കിലേക്ക് കാര്യങ്ങൾ പോകേണ്ട എന്നൊരു തീരുമാനമായിരിക്കും AICC അധ്യക്ഷ സ്ഥാനത്ത് എടുത്തിരിക്കുന്നത് ഖാർഗെയുടെ. ആ ചർച്ചയിൽ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായില്ല. ആ ചർച്ച ഊഷ്മളമായിരുന്നു എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കാറിൽ കയറി തരൂർ ചർച്ച കഴിഞ്ഞ് പോയിരിക്കുന്നു. മാധ്യമങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായിരിക്കും ചർച്ചയിൽ വിഷയമായത്? തരൂർ എന്തൊക്കെ പരാതികൾ രാഹുലിന് മുന്നിൽ വച്ചിട്ടുണ്ട്? രാഹുൽ എന്തൊക്കെ തരൂരിനോട് തിരിച്ചു പറഞ്ഞിട്ടുണ്ട്? ഒന്നും അറിയില്ല. വാർത്തകൾ പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ. ശരത് ലാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.